അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബീൻ. ഇന്ന് നമുക്ക് സൂറത്തുൽ ഫലഖ് പഠിക്കാം. സ്റ്റാൻഡേർഡ് 2 മൂന്നാമത്തെ ചാപ്റ്ററാണ് സൂറത്തുൽ ഫലഖ്. എല്ലാവരും കഴിഞ്ഞ പാഠങ്ങൾ ഓതി നോക്കിയായിരുന്നോ? ഖുർആനിലെ ഒന്നാമത്തത് ഫാത്തിഹ, രണ്ടാമത്തത് സൂറത്തുൻ നാസ്, മൂന്നാമത്തത് സൂറത്തുൽ ഫലഖ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠമായ സൂറത്തുൽ ഫലഖാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കൂലേ? കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാവരും പഠിച്ചോ? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സൂറത്തുൽ ഫലഖിലുള്ള വാക്കുകൾ, വേർഡ്സ് ആദ്യം വായിച്ച് പഠിക്കാം. ഹർക്കത്തൊക്കെ ഇട്ട് അക്ഷരങ്ങളും വേർഡ്സും നന്നായി മനസ്സിലാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഖുർആൻ ഓതാം. ഓക്കെ. സൂറത്തുൽ ഫലഖിലെ എഴുതാം, വായിക്കാം. അൽ ഫലഖ്, ഒന്നാമത്തെ വാക്ക് ഏതാണ്? അൽ ഫലഖ്. ഇത് നിങ്ങൾ വായിക്കുക മാത്രമല്ല ഓരോ വാക്കുകളും എഴുതി പഠിക്കുകയും വേണം. ഓക്കെ. അലിഫിന് ഫതഹ്, ലാമിന് സുക്കൂൻ അൽ, ഫായ്ക്ക് ഫതഹ്, ലാമിന് ഫതഹ് ഫല, അൽ ഫല. ഖാഫിന് കിസർ ഖി, അൽ ഫലഖി. നെക്സ്റ്റ് ഖലഖ, ഖാക്ക് ഫതഹ്, ലാമിന് ഫതഹ്, ഖാഫിന് ഫതഹ് ഖലഖ, ഖലഖ. അടുത്തത് ഖാസിഖിൻ, ഖൈനാണ്, ഐനല്ല ഖൈൻ. ഖൈനിന് ഫതഹും ആ ഫതഹിനെ നീട്ടാൻ വേണ്ടിയിട്ട് അലിഫും ഉണ്ട്. അപ്പം ഖാ. സീനിന് കിസർ സി, ഖാസി. ഖാഫിന് തൻവീൻ കിസർ, അതായത് ഇരട്ട കിസർ ഖിൻ, ഖാസിഖിൻ. നെക്സ്റ്റ് വഖബ, വാവിന് ഫതഹ്, ഖാഫിന് ഫതഹ്, ബായ്ക്കും ഫതഹ്. അപ്പോൾ വഖബ, വഖബ. നെക്സ്റ്റ് അന്നഫാസാത്തി. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ ഒരു കാര്യം, ഒരു തജ്വീദ് നിയമം പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? നൂനിനും മീമിനും ഷെദ്ദ് വന്നാൽ നമ്മൾ മണിച്ചുച്ചരിക്കണം അല്ലേ? അതുപോലെ തന്നെ ഷംസിയായ കമരിയായ അക്ഷരങ്ങളും പഠിച്ചു. ഷംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ ലാമിൻ്റെ ഹർക്കത്ത്, ലാമിൻ്റെ ആ സുക്കൂൻ ഉച്ചരിക്കത്തില്ല. പക്ഷേ കമരിയായ അക്ഷരങ്ങൾക്കാണെങ്കിൽ ലാമിൻ്റെ സുക്കൂൻ ഉച്ചരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നൂന് ഷംസിയായ അക്ഷരമായതുകൊണ്ട് അന്ന, നൂനിനെ മണിക്കുകയും വേണം. നൂനിന് ഷെദ്ദും ഫതഹും, അലിഫ് ലാമും ഉണ്ടേ. അപ്പോൾ അന്ന. ഇനി ഫാഇന് ഷെദ്ദു കൊണ്ട് നീട്ട് ഫതഹാണ്. അതായത് നമ്മൾ ഫതഹ ഇട്ടിട്ട് ഒരു അലിഫും കൂടെ നീട്ടാൻ കൊടുക്കൂലേ, അതിന് പകരം ഉപയോഗിക്കുന്ന വവ്വലാണ് നീട്ട് ഫതഹ്. അപ്പോൾ ആ എന്ന് നീട്ടാൻ വേണ്ടിയിട്ട് ആ നീട്ട് ഫതഹ് ഉപയോഗിക്കാറുണ്ട്. ഫായ്ക്ക് ഷെദ്ദും നീട്ട് ഫതഹും. അപ്പം ഇഫ, അന്നഫ. അടുത്തത് സ ഉണ്ടല്ലോ, സ 3 പുള്ളി മേളിൽ വരുന്ന സ, സഇന് നീട്ട് ഫതഹ് സ. അന്നഫസ, തായ്ക്ക് കിസർ തി, അന്നഫസതി. നെക്സ്റ്റ് അൽ ഉഖദി. ഇവിടെ ലാമിൻ്റെ സുക്കൂൻ ഉച്ചരിച്ചു. അപ്പോൾ ഐൻ ഖമരിയായ അക്ഷരമാണ്. അലിഫിന് ഫതഹ്, ലാമിന് സുക്കൂൻ, ഐനിന് ലമ്മ്. അപ്പോൾ അൽ ഉ. ഖാഫിന് ഫതഹ് ഖ, അൽ ഉഖ. ദാലിന് കിസർ അൽ ഉഖദി, അൽ ഉഖദി, അൽ ഉഖദി. നെക്സ്റ്റ് ഹാസിദിൻ. ഹാഇന് ഫതഹും നീട്ടാൻ വേണ്ടിയിട്ട് ഒരു അലിഫും, എക്സ്ട്രാ അലിഫും വന്നിട്ടുണ്ട്. ആ ഫതഹ എന്ന വവ്വലിനെ നീട്ടാൻ വേണ്ടിയിട്ട് അലിഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാ. സീനിന് കിസർ സി, ഹാസി. ദാലിന് തൻവീൻ കിസർ ഹാസിദിൻ. നെക്സ്റ്റ് ഹസദ. ഹായ്ക്ക് ഫതഹ്, സീനിന് ഫതഹ്, ദാലിനും ഫതഹ്. അപ്പോൾ ഹസദ, ഹസദ. ഓക്കെ.
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ, നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന വാക്കുകൾ നമ്മൾ വായിച്ചു അല്ലേ? ഇതിനെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വാക്കും 5 തവണ വീതം എഴുതി പഠിക്കണം. ഓക്കെ. ഇനി അടുത്തതൊരു തജ്വീദ് നിയമം പറയുവാണ്. ഇൽഹാർ. ഞാനൊരു പാഠത്തിൽ, നമ്മളെ ഫസ്റ്റ് പാഠത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇൽഹാറിൻ്റെ നിയമം. വെളിവാക്കി ഉച്ചരിക്കൽ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിവാക്കി ഉച്ചരിക്കൽ. അതെങ്ങനെ വെളിവാക്കും? സുക്കൂനുള്ള നൂനിനോ തൻവീനോ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഐൻ, ഹ, ഐൻ, ഖ, ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ തൻവീൻ്റെ ആ നൂനിൻ്റെ സൗണ്ട് അല്ലല്ലോ, ന് എന്നുള്ള ആ സൗണ്ട്, എന്നുള്ള ആ സൗണ്ടിനെ മണിക്കാതെ നമ്മൾ അടുത്ത വാക്കിനെ അടുത്ത അക്ഷരത്തെ എന്ത് ചെയ്യണം? വെളിവാക്കി ഉച്ചരിക്കണം. ഓക്കെ. ഉദാഹരണത്തിന് ആസിഖിൻ. കണ്ടോ? അവിടെ ആ റെഡ് കണ്ടോ? അവിടെയാണ് നമുക്ക് ഈ ഇൽഹാർ നിയമം വരുന്നത്. ആസിഖിൻ ഇതാ. ഹംസയാണ്. അലിഫിന് കിസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹംസയാണ്. ഹംസ വന്നതുകൊണ്ട് അവിടെ നമ്മൾ ആസിഖിൻ ഇതാ അങ്ങനെ പറയാതെ ആസിഖിൻ ഇതാ ഇങ്ങനെ വെളിവാക്കി പറയണം. ആസിഖിൻ ഇദാ വഖബ്. ഓക്കെ. അവിടെ എന്ത് നിയമമാണ്? ആ ആയത്തിൽ എന്ത് നിയമമാണ്? ഇൽഹാറാണ്. ഹാസിദിൻ ഇദാ ഹസദ്. കണ്ടോ? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വെളിവാക്കി ഉച്ചരിക്കണം. ഹാസിദിൻ ഇദാ ഹസദ്. ആ റെഡ് കളറിൽ വരുന്ന അക്ഷരങ്ങൾ കണ്ടോ? അവിടെയാണ് നമ്മളെ നിയമം എന്ത് ചെയ്യാനുള്ളത്? അപ്ലൈ ചെയ്യാനുള്ളത്. ഈ 2 സ്ഥലത്തും എന്താണ് നിയമം? ഇൽഹാറാണ്. ഓക്കെ. ഇനി ആയത്ത് പൂർണ്ണമാക്കാം. ഇവിടെ ആയത്തിലുള്ള വാക്കുകളെല്ലാം ഓർഡർ തെറ്റിച്ച് തന്നേക്കുക. അതിനെ നമുക്ക് താഴോട്ട് എന്ത് ചെയ്യാം? ഓർഡറാക്കി എഴുതാം. 1 2 3 നമുക്ക് എളുപ്പത്തിന് 1 2 3 4 5 6 7 8 9 ഇങ്ങനെ ആ ഓരോ വാക്കിൻ്റെ ഓർഡർ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ ആ നമ്പറിന് നേരെയുള്ള വാക്കുകൾ എടുത്ത് കോളത്തിൽ എഴുതിയാൽ മതി, ആൻസർ കിട്ടും. ഓക്കെ. വായിച്ചു നോക്കിക്കേ. അഊദു ബിറബ്ബി ഖുൽ الفلق ما خلق من شر. അവിടെ കണ്ടോ? മറച്ചു മണിച്ചത് കണ്ടോ? അതേത് നിയമമാ? നമ്മൾ കഴിഞ്ഞ സൂറത്തുൻ നാസ് എന്നുള്ള പാഠത്തിൽ പറഞ്ഞു തന്നു. അവിടെ ഇഖ്ഫ ആണ്. സുക്കൂനിലെ നൂനോ തൻവീനോ ശേഷം ഇഖ്ഫാഇൻ്റെ ആ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ മറച്ച് മണിക്കണം. അവിടെ ഷീൻ ആയതുകൊണ്ട് എന്ത് ചെയ്യൂ? അത് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? മറച്ചു മണിച്ചു. നെക്സ്റ്റ് അന്നഫാസാത്തി മിൻ ശർരി ഫിൽ ഉഖദി. അപ്പം നമുക്ക് എടുത്ത് എഴുതാം. ഒന്നിന് നേരെ ഏതെഴുതും? ഖുൽ. 2 അഊദു. 3 ബിറബ്ബി. 4 അൽ ഫലഖി. 5 മിൻ ശർരി. 6 മാ ഖലഖ. 7 മിൻ ശർരി. 8 അന്നഫാസാത്തി. 9 ഫിൽ ഉഖദി. അപ്പോൾ എല്ലാവരും കൃത്യമായി എഴുതുമല്ലോ. ഇനി നമുക്ക് സൂറത്തുൽ ഫലഖ് ഒന്ന് വായിച്ച് നോക്കാം. ഓതാം നമുക്ക്. എല്ലാവരും കേട്ടിരുന്ന് പഠിച്ചിട്ട് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഓതി പഠിക്കണം കേട്ടോ. നിങ്ങൾ കാണാതെ പഠിച്ചത് ഓതുന്നത് പോലെയല്ല, നിങ്ങൾ അക്ഷരങ്ങളും വാക്കുകളും മനസ്സിലാക്കി വേണം ഖുർആൻ ഓതാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഈ വാക്കുകളെല്ലാം പഠിക്കുന്നത്. എന്നിട്ട് അതിലുള്ളതുപോലെ നിങ്ങൾ നോക്കി വായിക്കാൻ തന്നെ ശ്രമിക്കുക. കാണാതെ പഠിച്ചു വെച്ചേക്കും. നമുക്ക് എല്ലാവർക്കും, കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും അറിയാം. നിസ്കരിക്കുമ്പോഴൊക്കെ ഓതുന്നതായതുകൊണ്ട് എല്ലാവർക്കും ഈ സൂറത്തൊക്കെ അറിയാവുന്നതുപോലെ നിങ്ങൾ കാണാതെ ഓതിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നീട് അങ്ങോട്ട് വരുന്ന വലിയ വലിയ സൂറത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഓതി പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നന്നായി വാക്കുകളൊക്കെ പഠിച്ചതിന് ശേഷമേ ആ ഖുർആൻ അങ്ങോട്ട് സൂറത്തുൽ ഫലക്ക് ഓതാവൂ. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓതി പഠിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.